പ്രിയമുള്ളവരെ, ഞാൻ ഇന്ന് നിങ്ങളുമായി സംവദിക്കാൻ പോകുന്നത് ലിവിങ് ഇൻ ദ പ്രസൻറ്റ് മൂമെൻറ്റ്, വർത്തമാനകാലത്തിൽ എങ്ങനെ ആസ്വാദ്യകരമായി ജീവിക്കാം. ഇത് നമ്മളിന്ന് മനസ്സിലാക്കിയിരിക്കുന്ന പ്രത്യേക വിഷയം ഞാൻ പറയുന്നത് NLP ബേസ് കൊണ്ടാണ് പറയുന്നത്. ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം. NLP എന്ന് പറയുന്ന വിദേശത്തുള്ളൊരു വ്യക്തിത്വ വികസനത്തിൻ്റെ ഒരു ശാഖയാണ്. അതിൽ ധാരാളം മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഏതാനും കുറച്ച് മെത്തേഡ്സ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാം. ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം, നമ്മളെ ന്യൂറോ സിസ്റ്റത്തെ നമുക്ക് പ്രോഗ്രാം ചെയ്യാം. അതിൻ്റെ ഭാഷ മനസ്സിലാക്കി മൈൻഡ് നമുക്ക് എന്തും വേണമെങ്കിൽ ചെറുതാക്കാം, വലുതാക്കാം, പെട്ടെന്ന് തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാം. നമ്മൾ വേഷമൊക്കെ ഈ ഡ്രസ്സൊക്കെ മാറ്റാം, എന്തും ചെയ്യാം നമുക്ക്. അതാണ് മൈൻഡ്. അപ്പോൾ ഈ രഹസ്യം നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് ഏത് ആറ്റിറ്റ്യൂഡും ഏത് ശീലങ്ങളും നമുക്ക് മാറ്റിയെടുക്കാം, ഏത് ദുഃഖങ്ങളും വേണമെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാം. അങ്ങനെ പുതിയ പ്രോഗ്രാം നമുക്ക് ഇൻപുട്ട് ചെയ്യാൻ പറ്റും. അതിനുള്ള ടെക്നിക്ക് പറയുന്നത് പ്രസൻറ്റ് മൂമെൻറ്റ്, ലിവിങ് ദ പ്രസൻറ്റ് നൗ. അപ്പോൾ നമ്മൾ മൂവിങ് കമൻട്രി, അതായത് മൂവ്മെൻറ്റ്സിലുള്ള കമൻട്രി, നമ്മളിപ്പോൾ ഫുട്ബോൾ കളിക്കുമ്പോൾ കാണുന്നില്ല, ആ പ്രസൻറ്റിലാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേപോലെ നമ്മൾ ഒരു സ്ഥലത്തെത്തിക്കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെയാണ് മനോഹരമായ കാഴ്ചകൾ. രണ്ട് കാഴ്ചയുണ്ടാവും. നെഗറ്റീവായ നമ്മളെ കണ്ണിന് തൃപ്തികരമല്ലാത്ത കാഴ്ചകളുണ്ടാവും. അതോടൊപ്പം ബ്യൂട്ടി ആയിട്ടുള്ള മനോഹരമായ കണ്ണിന് വിരുന്നാകുന്ന ഈ ദൃശ്യപ്രപഞ്ചത്തിലെ മഹാസൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അത് നമ്മൾ പലപ്പോഴും കാണില്ല, നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. നമ്മളൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ചിന്തിക്കാൻ തുടങ്ങും, ഭാവിയെക്കുറിച്ച് അല്ലെങ്കിൽ നാളത്തെക്കുറിച്ച് അല്ലെങ്കിൽ അടുത്ത. അപ്പോൾ അവിടെ പ്രസൻറ്റിൽ എന്തൊക്കെയാണ് നമ്മൾ വിഷ്വൽ കണ്ണിൻ്റെ മുമ്പിൽ കാണുന്ന യാഥാർത്ഥ്യത്തെ നമുക്ക് എങ്ങനെ ഇത് ഫീൽ ചെയ്യുന്നു, അതിൻ്റെ കളർ, അതിൻ്റെ വണ്ണം, അതിൻ്റെ എല്ലാം നമ്മൾ സെൻസിറ്റീവോടുകൂടെ നോക്കിക്കാണും. അവിടെയുള്ള ശബ്ദങ്ങൾ, അവിടെയുള്ള മനുഷ്യർ, മരങ്ങൾ, പക്ഷികളുടെ കിളിനാദങ്ങൾ എല്ലാം നമ്മൾ പ്രസൻറ്റാണ്. ഇതൊരു കമൻട്രി പോലെ നമ്മളോട് തന്നെ നമ്മൾ പറയണം. ഞാനിപ്പോൾ ആ മനോഹരമായ മരം കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഞാനിപ്പോൾ അതിലെ നടന്നു പോകുന്ന ഒരു മനുഷ്യനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഞാനിപ്പോൾ ഈ കൊച്ചു പുൽക്കൊടി കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഞാനിതാ ആകാശത്തിൽ പറന്നുകൊണ്ടിരിക്കുന്ന കിളികളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നമ്മൾ തന്നെ നമ്മളോട് കമൻട്രി പറയും. അപ്പോൾ പ്രസൻറ്റിലാവും നമ്മൾ. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന ധാരാളം ബിഹേവിയർ, അതായത് നെഗറ്റീവ്, നമുക്കറിയാലോ, അനാരോഗ്യകരമായ ശീലങ്ങളൊക്കെയുള്ള എത്രയോ പേരുണ്ട്, എനിക്കറിയാം. ധാരാളം പേരെന്നോട് ചോദിക്കുന്നുണ്ട്. ഡിപ്രഷൻ, പഴയകാല ഓർമ്മകൾ, നെഗറ്റിവിറ്റി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ സെക്കൻഡ് വെച്ച് മാറ്റാൻ പറ്റും സുഹൃത്ത്. നിങ്ങൾ അല്പം ഒന്ന് ശ്രമിച്ചാൽ ഇത് വളരെ പെട്ടെന്ന്, ഇതൊരു മായാജാലം പോലെയാണ്, അത്ഭുതകരമാണ്. നമ്മളുള്ളിൽ നടക്കുന്ന അത്ഭുതമാണ്. അപ്പോൾ നമ്മൾ എന്ത് വേണം? കണ്ണടച്ച് ഒരു ശാന്തമായ സ്ഥലത്തിരിക്കണം. നമ്മൾ സിനിമ കാണാത്ത ആരും ഉണ്ടാവില്ല ഈ കാലഘട്ടത്തിൽ. സിനിമ അല്ലെങ്കിൽ TV പ്രോഗ്രാം കാണാത്ത ആരും ഉണ്ടാവില്ല. അപ്പോൾ സിനിമ, നമ്മളുള്ളിലൊരു സിനിമ നമ്മൾ പ്രൊജക്റ്റ് ഓൺ ചെയ്യണം. നമ്മളുള്ളിലുള്ള സിനിമ സ്ക്രീനിൽ നമ്മുടെ മൈൻഡ് പിക്ചറിങ്, നമ്മുടെ മൈൻഡാകുന്ന ആ സ്ക്രീനിൽ നമ്മളെയാണ് നമ്മൾ കാണേണ്ടത്. അവിടെ നമ്മൾക്ക് എന്താണോ സുഖകരമായിട്ടുള്ള അവസ്ഥ അത് നമ്മൾ പിക്ചറൈസ് ചെയ്യണം. നമുക്ക് ദുഃഖകരമായ ധാരാളം അനുഭവങ്ങളുണ്ട്. കഴിഞ്ഞ കാല ജീവിതത്തിൽ നമ്മളെ ശല്യപ്പെടുത്തുന്ന ധാരാളം പരാജയങ്ങളും ചതികളും വഞ്ചനകളും പലതും നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. മുറിവുകളും അപകടങ്ങളും മരണവും വേർപാടിൻ്റെ ദുഃഖങ്ങളും ധാരാളം ക്രൈസിസ് നമുക്കെല്ലാം വന്നിട്ടുണ്ടാവും. ഈ ഓർമ്മകളുടെ തടവറയിൽപ്പെട്ട് നമുക്ക് പുതിയ കാര്യമൊന്നും ചിന്തിക്കാൻ പറ്റില്ല. പലപ്പോഴും അവിടെ ബ്ലോക്കായി കിടക്കും. നമ്മളെ ഈ ജീവിത പുരോഗതിക്ക് തടസ്സമായി നിൽക്കുന്ന ഭൂതകാലത്തിൻ്റെ ഈ നമുക്ക് പോസിറ്റീവ് അല്ലാത്ത സ്മരണകൾ നമ്മൾ വേട്ടയാടും. അപ്പോൾ നമുക്ക് പുതിയ കാര്യം ചെയ്യാൻ പറ്റില്ല. എപ്പോഴും ഇങ്ങനെ മൈൻഡ് ബ്ലോക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്ത് വേണം? കണ്ണടച്ച് ഈ സിനിമ സ്ക്രീനിൽ നിങ്ങളെ വിഷമിപ്പിക്കുന്ന ആ പിക്ചർസ്, ആ സംഭവങ്ങളെ ഒരു സിനിമ പോലെ കാണണം. അതെങ്ങനെ കാണണം? ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കാണണം. സാധാരണ നമ്മൾ കളർഫുള്ളായിട്ടല്ലേ കാണുന്നത്. നിങ്ങളെ വിഷമിപ്പിക്കുന്ന, നിങ്ങൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളെ നിങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റായി കാണുകയും അങ്ങനെ അതിനെ വളരെ വിദൂരത്തിലേക്ക് അയക്കാം. മനസ്സുകൊണ്ട് പറ്റും. അങ്ങ് ആകാശത്തിൽ, അങ്ങ് വിദൂരത്തിൽ, കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അത് പോട്ടെ. അവിടെ ചെറിയൊരു ബ്ലാക്ക് ഡോട്ടായി മാറുന്നവരത് അകലത്തിൽ പോട്ടെ. അങ്ങനെ ബ്ലാക്ക് ഡോട്ട് മാത്രമാകുമ്പോൾ നിങ്ങൾ എന്ത് വേണം? ഒരു വൈറ്റ് പെയിൻറ്റിൽ ഒരു ബ്രഷ് മുക്കി അതിങ്ങനെ വൈറ്റ് ആക്കണം. അത് എന്നേക്കുമായി കടന്നുപോയി. അങ്ങനെ ഓരോ സംഭവങ്ങളും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. എവറി ഡേ ഒരു അരമണിക്കൂർ, ഒരു മണിക്കൂർ ഇതിനു വേണ്ടി എടുക്കാം. നിങ്ങൾ ധാരാളം പ്രശ്നങ്ങൾ ഇതിലൂടെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ധാരാളം പേര് ചോദിക്കുന്ന ചോദ്യമാണ്, എങ്ങനെ സാർ പഴയ ഓർമ്മകളിൽ നിന്ന്? ഇതാണ് അതിൻ്റെ ടെക്നിക്സ്. ഇതൊക്കെ ഞാൻ എപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നതാണ്. നമുക്ക് ഇഷ്ടമില്ലാത്ത ഓർമ്മകൾ വെറുതെ വെച്ചിരിക്കണ്ടല്ലോ. ആ സ്ഥാനത്ത് അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഭാവിയിൽ നിങ്ങൾ ആയിത്തീരേണ്ട, നിങ്ങൾ ഉദ്ദേശിക്കുന്ന, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ജീവിതം എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, അതിൻ്റെ ഒരു ചിത്രം നിങ്ങൾ ഉണ്ടാക്കണം. ഇത് ഡയറക്ഷനാണ്. നിങ്ങൾ തന്നെയാണ് അവിടെ അഭിനയിക്കുന്നതും, നിങ്ങൾ തന്നെയാണ് ഡയറക്റ്റ് ചെയ്യുന്നതും, കഥ എഴുതുന്നതെല്ലാം നിങ്ങൾ തന്നെയാണ്. അങ്ങനെ നിങ്ങളെ തന്നെ ഈ സ്ക്രീനിൽ നിങ്ങളെ കാണണം. നിങ്ങൾ സന്തോഷമായി ജീവിക്കുന്നതും, പേഴ്സണാലിറ്റി എല്ലാവരും നിങ്ങൾ അംഗീകരിക്കുന്നതും, ധാരാളം കാര്യങ്ങൾ നിങ്ങൾ വിജയിക്കുന്നതും, അങ്ങനെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൻ്റെ ഒരു സിനിമ ഉണ്ടാക്കണം. അത് കണ്ടുകൊണ്ടേയിരിക്കണം. അത് കളർഫുള്ളായി കാണണം, വലിപ്പത്തിൽ കാണണം, സൗണ്ട്ഫുള്ളായി കാണണം, സെൻസിറ്റീവായി കാണണം, ഇമോഷണലി കാണണം, നിങ്ങളെ ഇഷ്ടപ്പെടുക. അങ്ങനെ നിങ്ങൾക്ക്
ഈ പ്രാക്ടീസ് ഒരു 21 ഡേ വേണമെങ്കിൽ സമയം കിട്ടുമ്പോൾ ഏത് സമയത്തും ചെയ്യാം. ശാന്തമായ സ്ഥലമായിരിക്കണം, നമ്മളെ ആരും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല, മറ്റുള്ള ശബ്ദങ്ങൾ നമ്മളെ അലോസരപ്പെടുത്തരുത്. അങ്ങനെ ഒരു സ്ഥലം നമ്മൾ കണ്ടെത്തണം, ഏതെങ്കിലും ഒരു മുറിയോ. അങ്ങനെ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യണം. തീർച്ചയായിട്ടും ധാരാളം പ്രശ്നത്തിൽ നിങ്ങൾക്ക് മോചനം നേടാൻ പറ്റും. ഇതൊരു വലിയ ടെക്നീക്സാണ്, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിനുള്ള വലിയൊരു ടെക്നീക്സാണ്. പിന്നെ ഞാനത് പറഞ്ഞല്ലോ, അപ്പോൾ നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങളിപ്പോൾ കോൺഫിഡൻസ് ഇല്ല, ഒരു സ്റ്റേജിൽ കയറണം, പഴയകാല ഓർമ്മകളിൽ നിങ്ങൾ എവിടെയോ പരാജയപ്പെട്ടിട്ടുണ്ടാവും, അതൊക്കെ നിങ്ങൾ വേട്ടയാടും. അയ്യോ എനിക്ക് ഒരു ഉള്ളിൽ നിന്ന് ഇങ്ങനെ എൻ്ററായാലും നമ്മളെ ബ്ലോക്ക് ചെയ്യപ്പെടും, അയ്യോ ഞാൻ പോകുന്നില്ല, എനിക്ക് പറ്റില്ല. ആദ്യം തന്നെ വിധി എഴുതിയാണ്. നിങ്ങൾ അവിടെ എന്തെങ്കിലും ഒരു ആങ്കറിങ് വേണമെങ്കിൽ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇതുപോലെ ശീലിക്കരുത്. നിങ്ങളായ രീതിയിൽ ഒരു സംഭവം കണ്ടെത്താം, ഒരു ആങ്കറിങ് ടെക്നിക്സ്. നിങ്ങളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ, ഉണർവിലേക്ക് വരുത്താൻ ഇങ്ങനെ ഒന്ന് കഴിഞ്ഞടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പവർ വരും. ഞാൻ പോയിരിക്കും, അവിടെ എന്തായാലും പ്രസൻറ്റ് ചെയ്തിരിക്കും. അങ്ങനെ നിങ്ങളോട് തന്നെ കമൻറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ആങ്കറിങ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആ ബോഡി, ഇത് പാവ്ലോവിൻ്റെ ടെക്നിക്കാണ്. കാരണം നമുക്കറിയാലോ, മണിമുട്ടുമ്പോൾ ഈ പട്ടികൾക്കൊക്കെ വിശക്കാൻ തുടങ്ങി. സാധാരണ സമയത്തല്ലാ സമയത്ത് മണിമുട്ടിയാൽ മതി, അപ്പോഴേക്ക് വിശക്കാൻ തുടങ്ങും സമയം. അപ്പോൾ അതാണ് അതിൻ്റെ കണ്ടീഷനിങ്. അപ്പോൾ ഇങ്ങനൊരു ബ്രെയിൻ നമുക്കുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും നമുക്ക് ഉത്തേജനമാവണോ, ധൈര്യം വേണോ, അപ്പോൾ നമ്മൾ ഈ കൈ ഞൊട്ടി, ഇത് എൻ്റെ തന്നെ മെത്തേഡാണ്. നിങ്ങളായ രീതിയിൽ അത് അപ്ലൈ ചെയ്തോളൂ. എന്തെങ്കിലും ടെക്നിക്ക് ഉപയോഗിച്ചാൽ മതി. അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ കൈ ഇങ്ങനെ മടക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം, എന്തും നിങ്ങൾ ചെയ്യാം. സ്വാതന്ത്ര്യം നിങ്ങളാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഉപയോഗിച്ച് നിങ്ങൾ ഈ ഭയപ്പെടുന്ന, നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്ന എന്താണ് അതിനെ ആക്ഷൻ ചെയ്യണം. അത് വിജയിക്കണം. നിങ്ങൾ ആ സ്റ്റേജിൽ കയറണം, സംസാരിക്കണം, എന്തോ നിങ്ങൾക്ക് പറ്റാവുന്ന കാര്യം എന്തോ ആവട്ടെ. അപ്പോൾ നിങ്ങൾ കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യും. മിക്ക പരാജയങ്ങൾക്കും കാരണം ആത്മവിശ്വാസം ഇല്ലായ്മയാണ്. കാരണം ഈ ആത്മവിശ്വാസം ഇല്ലായ്മയാണ്, ഈ ധൈര്യമില്ലായ്മയാണ് പലപ്പോഴും നമ്മൾ പിറകോട്ട്, നമ്മുടെ ജീവിതം തന്നെ കൊളാപ്സിലേക്ക് പോകുന്നത്. കാരണം നമുക്ക് അല്പം ധൈര്യം വേണം. അങ്ങനെയൊക്കെയാണ് ഞാനൊക്കെ ഈ പ്രാക്ടീസ് ചെയ്ത് വന്നത്. പല സ്ഥലത്തും ഞാൻ ക്ഷണിക്കാത്ത സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട്, പാട്ടോ എങ്ങനെ പലതും ചെയ്തിട്ടുണ്ട്. എന്നെ തന്നെ ഞാൻ മോട്ടിവേറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ എന്നെ തന്നെ ഞാൻ വർക്കൗട്ട് ചെയ്യും, ഞാൻ തന്നെ കമൻറ്റ് ചെയ്യും, ഞാൻ ആ സ്റ്റേജിൽ പോയിരിക്കും, എന്തെങ്കിലും ഒരു ടെക്നിക്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെർഫോമിങ് ഞാൻ നടത്തിയിരിക്കും, ഞാൻ ആദ്യം കമൻറ്റ് ചെയ്യും, എന്നിട്ട് അതിന് വേണ്ടി സ്വാധീനിക്കും. ഇങ്ങനെയൊക്കെ ധാരാളം ഇതിലൂടെ കടന്നു വന്നതാണ് ഞാൻ. നിങ്ങൾക്കത് ചെയ്യാം. അപ്പോൾ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന, നിങ്ങളെ തടസ്സപ്പെടുത്തുന്ന, നിങ്ങൾ ഭയപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം, ധൈര്യമായി ചെയ്യണം. അങ്ങനെ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം നിങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആത്മവിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും ആദ്യം ചെറിയ കാര്യങ്ങൾ നിങ്ങൾ വിജയിപ്പിക്കണം. കൊച്ചു കാര്യങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അതിനെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വലിയ മഹാകാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും, യാതൊരു സംശയമില്ല. അപ്പോൾ അതിനുള്ള സോഴ്സൊക്കെ വരും, അത് നാച്ചുറലുമാണ്. അപ്പോൾ എന്തും നമുക്ക് മാറ്റിയെടുക്കാം, എന്തും നമുക്ക് പ്രോഗ്രാം ചെയ്യാം. ഇങ്ങനൊരു തലം നമ്മളെ ബ്രെയിൻ സിസ്റ്റം നമുക്കറിയാമല്ലോ. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞു, ബ്രെയിനിൻ്റെ 20% പോലും ഉപയോഗപ്പെടുത്തുന്നവർ വളരെ എത്രയോ ഉന്നതിയിലേക്ക് എത്തിച്ചേരുന്നു. നമ്മളൊക്കെ സാധാരണക്കാർക്ക് വളരെ ചെറിയ % മാത്രമേ അത് ഉപയോഗപ്പെടുത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഭാഷ മനസ്സിലാക്കണം. NLPയെക്കുറിച്ചുള്ള ധാരാളം പുസ്തകങ്ങൾ ഇന്ന് കിട്ടാനുണ്ട്, ധാരാളം മാസ്റ്റേഴ്സ് ക്ലാസ് എടുക്കുന്നുണ്ട്. അതിലൊക്കെ നിങ്ങൾ പോയി അറ്റൻഡ് ചെയ്യാം. അതും ഈ മെഡിറ്റേഷനൊക്കെ ബന്ധമുണ്ട്. കണ്ണടക്കുക എന്ന് പറയുന്ന മെഡിറ്റേഷൻ തന്നെയാണല്ലോ. അപ്പോൾ അതിൽ നമ്മൾ തന്നെ നമ്മളെ മാറ്റിയെടുക്കുവാനുള്ള ഒരു ക്രിയേറ്റിവിറ്റി, ഒരു മൈൻഡ് പിക്ചർ വിഷ്വലൈസേഷൻ ടെക്നിക്സാണ്. ഇങ്ങനെ പല മെത്തേഡ്സ് ഉണ്ട്, അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെ നമുക്ക് ഇന്ന് നമ്മൾ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന ഇതിൽ വിഷാദം, പ്രഷർ, ഇത് ഓർമ്മക്കുറവ്, തൻ്റെ ഇടമില്ലായ്മ, എക്സാം ഫിയർ, ഇങ്ങനെ പലതും നമ്മൾക്ക് മാറ്റിയെടുക്കാം. നിങ്ങളെപ്പോഴും പോസിറ്റീവായ കളർഫുള്ളായ ആ പിക്ചറൈസ്, നിങ്ങൾ എന്താണോ ആയിത്തീരേണ്ടത് അത് നിങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കണം, ഫീൽ ചെയ്യണം. ഇപ്പോഴുള്ളതുപോലെ തന്നെ അഭിനയിക്കണം. അതിലാണ് നിങ്ങളുള്ളത്. ആ പിക്ചറിൽ നിങ്ങൾക്കത് എന്തും ക്രിയേറ്റ് ചെയ്യാമല്ലോ, മനസ്സല്ലേ. അങ്ങനെ അതിൽ നിങ്ങൾ സന്തോഷം. അപ്പോൾ നിങ്ങളുടെ സെല്ലുകളൊക്കെ സന്തോഷിക്കാൻ തുടങ്ങും, നിങ്ങളുടെ ഹോർമോൺസൊക്കെ ചേഞ്ച് ആവും, നിങ്ങളുടെ ഹാർട്ടൊക്കെ അതിന് കണക്കായി തുടിക്കും. നിങ്ങളിപ്പോൾ അവിടെ വിഷാദം കാണുമ്പോൾ അങ്ങനെ അതിനനുസരിച്ച് നമ്മൾ ഈ ഹോർമോൺ ചേഞ്ച് ആവും. അങ്ങനെയാണ് മഹാരോഗങ്ങളൊക്കെ ഉണ്ടായത്. സംഘർഷത്തിൽ നിന്നും ഭയത്തിൽ നിന്നും ധാരാളം രോഗങ്ങളൊക്കെ നമുക്ക് വരും, അറിയാമല്ലോ. അപ്പോൾ അതിൽ നിന്ന് മാറ്റിയെടുക്കാൻ നമ്മൾ കോൺഫിഡൻസ് എവറി ഡേ ലൈഫിൽ കുറച്ച് സമയം ഇങ്ങനെ നമ്മളോട് തന്നെ നമ്മളെ പിക്ചർ തന്നെ കാണണം. നമ്മൾ സാധാരണ മറ്റുള്ളവരുടെ സിനിമയാണല്ലോ കാണാറ്. അപ്പോൾ നമ്മളെ സിനിമ തന്നെ നമ്മൾ കാണാനുള്ള കുറച്ച് സമയം നമ്മൾ ചിലവഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത്ഭുതകരമായി ധാരാളം മേഖലകളിൽ നിങ്ങൾക്ക് അത്ഭുതം കാണിക്കാൻ പറ്റും, നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. നിങ്ങളെല്ലാ പ്രശ്നങ്ങളും മാറ്റിയെടുത്ത് നിങ്ങൾക്കൊരു പുതിയ അവബോധത്തിൽ റീബർത്ത്, ഒരു പുതിയ മാനവികൻ, നിങ്ങൾക്ക് വിശ്വസിക്കാൻ കൊള്ളുന്ന, തൻ്റെ ഇടമുള്ള, ധൈര്യമുള്ള, ആത്മവിശ്വാസമുള്ള, എന്തും ചെയ്യാൻ പറ്റുന്ന, എന്തും ചെയ്യാൻ വെച്ചാൽ ജനങ്ങളെ ദ്രോഹിക്കലല്ല, പോസിറ്റീവായിട്ട് ജനനന്മ, അതൊക്കെയുള്ള കഴിവും പ്രാപ്തിയും നിങ്ങൾക്കുണ്ടാവും, യാതൊരു സംശയവുമുണ്ട്. ഈ മെത്തേഡ് നിങ്ങൾ ശീലിക്കണം. അതോടൊപ്പം മെഡിറ്റേഷനും നിങ്ങൾക്ക് ടെക്നിക്സ് അതൊക്കെ നമ്മുടെ ബ്രെയിനിനെ കൂടുതൽ ഉത്തേജിപ്പിക്കും. നിങ്ങളുടെ ബ്രെയിനിലെ ആ ബ്ലോക്കുകളൊക്കെ മാറ്റും. എല്ലാ മെഡിറ്റേഷനിലും സാധ്യതയുണ്ട്. ഇത്രയും സമയം കേട്ടതിന് വളരെ നന്ദി, നമസ്കാരം.